ശിവായുടെയും നന്ദിനിയുടെയും 3ാം വിവാഹ വാർഷികമായിരുന്നു. സന്തോഷത്തിൽ നിറഞ്ഞ ശിവായി വളരെ നേരത്തെ എഴുന്നേറ്റ് മഹാകാളിനെ കാണാൻ പോയി. എടി കിഴവി, എത്ര പറയണം നിന്നോട്? ഇവിടെ എൻ്റെ നിയമമാണ് നടക്കുന്നത്. ഇവിടെ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും എനിക്ക് പ്രൊട്ടക്ഷൻ പണം നൽകണം. നീയും ഇവിടെ ബിസിനസ് ചെയ്യണമെങ്കിൽ എനിക്ക് വീക്ക്ലി പ്രൊട്ടക്ഷൻ പണം നൽകണം. പക്ഷെ മോനെ, ഞാനിവിടെ ഒരു ബിസിനസ്സും ചെയ്യുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനു പണം തരണം? എത്ര പറയണം? പറഞ്ഞ ഞാൻ മടുത്തു. ഒളിച്ചു കളയ ഷോപ്പ്. മഹാകാളുടെ നഗരത്തിൽ ഒരു രാജാവിന് മാത്രമേ ഭരണാവകാശമുള്ളൂ, മഹാകാളിന് തന്നെ. നിങ്ങളുടെ നിയമം ഇവിടെ നടക്കില്ല. മാറി നിന്നോ, അല്ലെങ്കിൽ കിഴവയ്ക്ക് കിട്ടിയതുപോലെ നിനക്കും കിട്ടും. ഇവിടെ കടന്ന് ചാകുന്നീ. അകലുമതിനാശം ചണ്ടാള കർമ്മം ചെയ്യുന്നവർക്ക് മഹാകാല ഭക്തന്റെ ജീവനുമേൽ കാലനും അധികാരമേ. ഒരിക്കൽ കൂടി നീ അമ്മച്ചിയെ ശല്യം ചെയ്താ നിന്നെ ഞാൻ... ഇല്ല ചേട്ടാ, മാപ്പാക്ക്. ഇന്നു മുതൽ ഞങ്ങൾ ഈ ജോലി ഒഴിഞ്ഞു. ദയവായി മാപ്പാക്ക്. ഓ, എവിടെന്ന്? ശിവായ്, നീ ഇന്ന് വന്നത് നന്നായി. എന്തിനാണ് ഭയക്കുന്നത് അമ്മേ? മഹാദേവ് ഉണ്ടല്ലോ നിങ്ങളെ രക്ഷിക്കാൻ. അമ്മേ, ഈ ചുവപ്പ് റോസുകളിൽ നിന്നൊരു മനോഹരമായ ബൊക്കെ ഉണ്ടാക്കി തരണം. ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതെ അമ്മേ, ഇന്ന് എന്റെയും നന്ദിനിയുടെയും 3ാം വിവാഹ വാർഷികമാണ്. പക്ഷേ നന്ദിനിക്ക് അതറിയാമോ? എനിക്കറിയാമോ, അവൾക്കറിയാമോ? അതെന്താണമ്മേ? ആനിവേഴ്സറി രണ്ടുപേരുടെയും ദിവസമല്ലേ? പ്രേമം അതൊരാൾക്ക് മാത്രം ആയാലും നീണ്ടു നിൽക്കില്ല മോനെ. അമ്മേ, വൺ സൈഡ് ലവ് വേറൊരു ഫീലാണ്. നാം ഒരാളുടെ ലോകത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമായാലും അയാൾ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ്. മഹാദേവ് തീരുമാനിച്ചാൽ നന്ദിനിയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അത്രയും നന്ദിനി നിന്നെയും സ്നേഹിക്കും. ശരി, ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടി ഒരു മനോഹരമായ ബൊക്കെ ഉണ്ടാക്കി തരാം. അല്പസമയം കൊണ്ട് ബൊക്കെ തയ്യാറായി. അത് കണ്ടപ്പോൾ ശിവായുടെ മുഖത്ത് ഒരു മധുരമായ പുഞ്ചിരി തെളിഞ്ഞു. വാവ്, ഇതിലെല്ലാ സ്നേഹവും ഉണ്ട്. ഇത് കണ്ട അവൾക്ക് എന്നോട് ദേഷ്യപ്പെടാൻ കഴിയില്ല അമ്മേ. ഈ പൂക്കളുടെ സുഗന്ധം കൊണ്ടാവും അവൾ എന്നെ സ്നേഹിക്കുക. ഇതാ അമ്മേ. ഇല്ല മോനെ, ഇന്ന് നീ എന്നെ സഹായിച്ചിട്ട് ഞാൻ നിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങാനോ? അമ്മേ, ഇന്ന് പണം വാങ്ങുന്നില്ലെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും അമ്മയുടെ അടുത്തുനിന്ന് പൂ വാങ്ങില്ല. ശിവായുടെ അത്രയും മധുരമുള്ള ഭീഷണി കേട്ട് അമ്മയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവർ പുഞ്ചിരിച്ച് പണം വാങ്ങി. ശിവായി ബൊക്കെയെടുത്ത് നന്ദിനിയെ കണ്ട് ആനിവേഴ്സറി വിഷ് ചെയ്യാൻ വീട്ടിലേക്ക് ഇറങ്ങി. ഹലോ, എന്റെ ലോൺ സാങ്ഷൻ... എന്ത്? എന്റെ ലോൺ സാങ്ഷൻ ആയില്ലേ? നീ ആരോടാ സംസാരിക്കുന്നതെന്നറിയുമോ? മുകേഷ് ബജാജിന്റെ കൊച്ചുമകളാ ഞാൻ. എനിക്ക് അടിയന്തരമായിട്ട് ഫണ്ട്സ് വേണം. ഹലോ. നിലവിൽ നന്ദിനിയുടെ കമ്പനി വൻ നഷ്ടത്തിലായിരുന്നു. കമ്പനിയെ ഒന്ന് രക്ഷിക്കാനായി അടുത്ത ദിവസം നടക്കുന്ന റീയൂണിയൻ പാർട്ടിക്ക് ചെന്ന് തന്റെ സുഹൃത്തായ ദേവിനോട് സാമ്പത്തിക സഹായം ചോദിക്കണമെന്ന് നന്ദിനി തീരുമാനിച്ചു. നന്ദിനി ഡാർലിംഗ്, നീ ഒന്ന് മനസ്സ് വെച്ച കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിനക്ക് കോടികൾ സമ്പാദിക്കാം. നിന്റെ മുങ്ങിയൊലിക്കുന്ന കമ്പനിയെയും രക്ഷിക്കാം. മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെ? നീ കുറച്ച് സമയം എന്റേതാകാൻ തയ്യാറായ ഞാൻ 2 കോടി രൂപ ഇപ്പൊ നിനക്ക് തരാം. അതിലും കൂടുതൽ വേണമെങ്കിൽ... വേണമെങ്കിൽ എന്താണ് ദേവ്? ദയവായിട്ട് പറ. 2 കോടിയിലധികം തരാൻ ഞാൻ എന്ത് ചെയ്യണം? 2 കോടിയോ? ഞാൻ 10 കോടി വരെ തരാം. 10 കോടി? What are you
saying? ദേവ്, പ്ലീസ്, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. കൂടുതലൊന്നുമില്ല. ഇന്നത്തെ രാത്രി മുഴുവൻ നീ എനിക്കായി തന്നാ മതി. ദേവ് ആ വാക്കുകൾ പറഞ്ഞ് നന്ദിനിയുടെ കൈ പിടിച്ചപ്പോൾ ദേവിന്റെ മൂക്കിൽ കുത്തിയടിച്ച ആ കനത്ത ഇടി അവനെ പിന്നോട്ട് തള്ളിയിട്ടു. ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ എന്റെ ഭാര്യയോട് സംസാരിക്കാൻ നിനക്ക് എത്ര ധൈര്യമുണ്ട്? ഇതെന്റെ ഭാര്യയാണ്. അവൾ പണത്തിന് വേണ്ടി ഒരിക്കലും എന്നെ വഞ്ചിക്കില്ല. ശിവായ് പൂർണ്ണമായി വിശ്വസിച്ചിരുന്ന അതേ ഭാര്യ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശിവായുടെ കരണത്തടിച്ചു. ഹൗ ഡെയർ യു! ഇവിടെ വരാൻ ധൈര്യം എവിടെ നിന്നാ നിനക്ക് കിട്ടിയത്? നന്ദിനി, നീ എന്താണ് ഇവിടെ ഇത്രയും ആളുകളുടെ ഇടയിൽ ചെയ്യുന്നത്? കൂടാതെ ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമാണെന്ന് നീ മറന്നോ? ഇതാ നോക്ക്, ഞാൻ നിനക്കായി കൊണ്ടുവന്ന മനോഹരമായ ഈ ബൊക്കെ. ബൊക്കെ? മൈ ഫുഡ്! നിന്റെ വില നീ മറക്കരുത്. ഒരു പണവും സമ്പാദിക്കാത്ത വീട്ടുവേലക്കാരനാണ് നീ. ആനിവേഴ്സറിയോ? ഈ പൂക്കൾക്ക് പുറമെ എന്തെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടോ? എനിക്ക് തരണമെങ്കിൽ ആദ്യം എനിക്ക് ഡിവോഴ്സ് താ, എന്നിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് പോ. നിന്നെപ്പോലൊരു ദരിദ്രവാസിയുടെ കൂടെ കഴിയാൻ എനിക്ക് പറ്റില്ല. ശ്വാസം മുട്ടുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം അത് ദേവിന് മാത്രമേ എനിക്ക് നൽകാൻ കഴിയൂ. ദേവ് സാർ. ശിവായി എത്തിയതും ദേവ് പോലീസിനെ വിളിച്ചിരുന്നു. അതാണ് ഇൻസ്പെക്ടർ ഇപ്പോൾ വന്നത്. എന്താ പ്രശ്നം? ആരാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇൻസ്പെക്ടറിന്റെ ചോദ്യം കേട്ട് ദേവ് വിരൽ ചൂണ്ടിയത് ശിവായിയാണ്. എന്താ മാഷേ, ഒന്നിനും വകയില്ലാത്ത നീ വലിയ ആളുകളുടെ പാർട്ടിയിലെത്തി പ്രശ്നം ഉണ്ടാക്കുന്നു. കൊണ്ടുപോ, സ്റ്റേഷനിൽ ഇവന് ഒരു പാർട്ടി കൊടുക്കാം. കൊണ്ടുപോ. ഇൻസ്പെക്ടർ, ഒന്ന് ശ്രദ്ധിക്കണം. നാളെ ഇവൻ എന്റെ ഷൂവിന്റെ മുന്നിൽ വന്ന് ജീവന് വേണ്ടി യാചിക്കുന്ന രീതിയിൽ ഇവനൊന്ന് പെരുമാറണം. ആ മാറ്റർ എനിക്ക് വിട്ടേക്ക് സാർ. നിങ്ങൾ മാഡത്തിന്റെ കൂടെ പാർട്ടി ആസ്വദിക്കേ. പിന്നെ എനിക്കുള്ളത് അങ്ങ് എത്തിച്ചേക്കണേ. അവിടെ എത്തും. ശിവായിയെ സ്റ്റേഷനിലെത്തി ഒരു കസേരയിൽ ഇരുത്തി. ഇരുന്നപ്പോൾ തന്നെ ശിവായ് സിഗരറ്റ് എടുത്ത് ലൈറ്റർ കൊളുത്താൻ നിന്നു. പക്ഷെ ഇൻസ്പെക്ടറിന്റെ കൈ ലൈറ്റർ അവന്റെ കയ്യിൽ നിന്ന് തെറിപ്പിച്ചു. ഇത് നിന്റെ അപ്പന്റെ വീടാണോ? ഇവിടെ ധൈര്യമായിരുന്ന് സിഗരറ്റ് വലിക്കാൻ? കോൺസ്റ്റബിൾ, ഇവന്റെ ഡ്രസ്സെല്ലാം ഊരി ഐസ് ലാബിന്മേൽ കിടത്തിക്കോ. ഇവന്റെ ശരീരമാകെ ഒന്ന് തണുക്കട്ടെ. ഇൻസ്പെക്ടർ ആ വാക്കുകൾ പറഞ്ഞതോടെ സ്റ്റേഷന്റെ മുകളിൽ പെട്ടെന്ന് ഹെലികോപ്റ്ററുകളുടെ ഗർജനം മുഴങ്ങി. ബ്ലാക്ക് കാറ്റ് കമാൻഡോസ് ഇറങ്ങി സ്റ്റേഷൻ മുഴുവൻ വളഞ്ഞു. ആരാണ് നിങ്ങൾ? നിങ്ങൾ എന്താണ് ഇവിടെ? ഇൻസ്പെക്ടർ, നിങ്ങൾ അറസ്റ്റ് ചെയ്തത് ആരെയാണെന്ന് നിങ്ങൾക്കറിയുമോ? അങ്ങനെ പറഞ്ഞ കമാൻഡോ നിലത്ത് വീണ ലൈറ്റർ എടുത്ത് ശിവായുടെ സിഗരറ്റ് കൊളുത്തി. ലൈറ്ററിലെ അടയാളം ഇൻസ്പെക്ടർ കണ്ടപ്പോൾ ഇൻസ്പെക്ടറിന്റെ കാലിന്റെ കരുത്ത് പോയി. രണ്ട് കൈയും ചേർത്ത് ശിവായുടെ മുന്നിൽ അയാൾ മുട്ടുകുത്തി. മേജർ മഹേശ്വരി. ലൈറ്ററിലെ സൈൻ കണ്ട ഇൻസ്പെക്ടർ ഭയപ്പെട്ടത് എന്തിന്? ശിവായെ മേജർ മഹേശ്വരി എന്ന് വിളിച്ചത് എന്തിനാണ്? ശിവായുടെ ലൈറ്ററിന്റെ രഹസ്യം എന്താണ്? കമാൻഡോസ് എന്തിനാണ് അവിടെ എത്തിയത്? ശിവായി ഇത്ര വലിയ ആളാണെങ്കിൽ എന്തിന് ഒരു പാവപ്പെട്ട വീട്ടുകാരനായി ജീവിച്ചു? നന്ദിനി ഒരിക്കലെങ്കിലും ശിവായുടെ സത്യങ്ങൾ അറിയുമോ? പിന്നെ എന്താണ് നടക്കാൻ പോകുന്നത്? ഇതിന്റെ തുടർക്കഥ അറിയാൻ ശിവായ് ഏക് വിനാശക് എല്ലാ എപ്പിസോഡുകളും കേൾക്കാൻ പോക്കറ്റ് FM ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.